ജനങ്ങൾ വിസ്മരിച്ചു പോകുന്ന മാസമാണ് ശഅബാൻ. പെട്ടെന്ന് തീർന്നു പോകുന്ന മാസമാണ് ശഅബാൻ. അതുകൊണ്ട് പടച്ചവനെ, ആ ശഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. നബി തങ്ങളുടെ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മാസമാണ് ശഅബാൻ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മാസമാണ് ശഅബാൻ. നോമ്പിനെ സ്നേഹിക്കടോ, നോമ്പിനെ സ്നേഹിക്കടോ. ഒരുപാട് സുന്നത്ത് നോമ്പ് പിടിക്കാമല്ലോ, പടച്ചവനെ അധികമായിട്ട് സ്വലാത്ത് പറയാമല്ലോ. ബറാഅത്തിന്റെ രാവ് കടന്നു വരികയാണ്. പടച്ചവനെ അമലുകൾ മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പാകുന്ന ആ പുണ്യമായ ദിനം കടന്നു വരികയാണ്. അതുകൊണ്ട് സഹോദരാ, റമളാൻ വരുന്നതിന് മുമ്പേ നോമ്പുകൾ പിടിച്ച് നിന്റെ ശരീരത്തെ റെഡിയാക്ക്, മനസ്സുകളെ നന്നാക്ക്, നന്മകൾ അധികമായിട്ട് ചെയ്യ്, നന്മകൾ അധികമായി ചെയ്ത് റബ്ബിലേക്ക് മടങ്ങ്. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളുടെ മനസ്സും ശരീരവും നീ ശുദ്ധമാക്കണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, പരിശുദ്ധമായ ശഅബാൻ, ആ ശഅബാൻ മാസത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് വശഅബാനു ഷഹരി, എന്റെ മാസമെന്ന. നബി തങ്ങൾ എന്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ ആ ഒരു പരിശുദ്ധമായ മാസത്തിലാണ് ഞാനും നിങ്ങളും. എന്റെതെന്ന് പറയണമെങ്കിൽ തന്നെ ആ മാസത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാകും. 12 മാസമുണ്ട്. ആ 12 മാസത്തിൽ നബി തങ്ങൾ ജനിച്ച മാസമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ. ആ റബീഉൽ അവ്വൽ മാസം പോലും നബി തങ്ങൾ എന്റെ മാസമാണെന്ന് ആ മാസത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പൊ എന്റെതെന്ന് പ്രവാചകൻ തന്നിലേക്ക് ചേർത്തു പറഞ്ഞ ഒരു മാസമാണ് ശഅബാൻ മാസം. ആ മാസത്തിന്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകത തന്നെ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മേലെ സ്വലാത്ത് പറയുന്നതിനെ കുറിച്ചുള്ള അല്ലാഹുവിന്റെ കൽപ്പന, ആ പരിശുദ്ധമായ ആയത്തിറങ്ങിയത് ഒരു പരിശുദ്ധമായ ശഅബാൻ മാസത്തിലായിരുന്നു. അപ്പൊ അൽഹംദുലില്ലാഹ്, എന്തുകൊണ്ടാണ് അനുഗ്രഹീതമായ ഒരു മാസം, വിശുദ്ധമായ റമളാൻ കൺവെട്ടിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ കണ്ണിന്റെ മുമ്പിലേക്ക് ആ പരിശുദ്ധമായ റമളാൻ വന്നു നിൽക്കുന്ന ആ മനോഹരമായ ഒരു സമയത്താണ് അൽഹംദുലില്ലാഹ് ഈ സായം സന്ധിയിൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത്. അപ്പൊ അൽഹംദുലില്ലാഹ്, ഏത് വിഷയമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രവാചകൻ എന്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ ഈ വിശുദ്ധമായ ശഅബാൻ, ആ ശഅബാൻ മാസത്തിൽ ആ പ്രവാചകനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയുമ്പോഴാണ് അൽഹംദുലില്ലാഹ് നമുക്കൊരു മനസ്സിന് സന്തോഷമുണ്ടാകുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നവരാ പടച്ചവനെ, ആ പ്രവാചകന്റെ റൗള ശരീഫിന്റെ മുറ്റത്ത് ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് എന്ന് ആ പ്രവാചകന്റെ റൗള ശരീഫിന്റെ മുറ്റത്ത് ചെന്ന് സലാം പറയണം. ആ പ്രവാചകനെ മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ഒന്ന് കൺകുളിർമയോടെ ആ പ്രവാചകനെ ഒന്ന് സ്വപ്നം കാണണം. ആ പ്രവാചകന്റെ ശഫാഅത്ത് കിട്ടണം. ആ പ്രവാചകനോടൊപ്പം നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകണം. ഇതെല്ലാം നമ്മളുടെ മനസ്സിന്റെ ഉള്ളറകളിൽ വല്ലാത്ത ആഗ്രഹത്തോടെ അവനവന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോരുത്തരും കൊണ്ടു നടക്കുമ്പോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായിരുന്ന സ്വഹാബിയാണ് റബീഅത്തു ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു. റബീഅത്തു ബിൻ കഅബുൽ അസ്ലമി എന്ന് പറയുന്ന സ്വഹാബി പ്രവാചകന്റെ കൂടെ ഒരിക്കൽ യാത്ര ചെയ്യാൻ അവസരം കിട്ടുകയാ. പ്രവാചകന് വെള്ളമെടുത്തു കൊടുക്കാൻ, പ്രവാചകന് ചെരുപ്പെടുത്തു കൊടുക്കാൻ. ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാത്ത ഇഷ്ടമാണ്, നബിയോട് വല്ലാത്ത സ്നേഹമാണ്. നമ്മളെപ്പോലെ കപട സ്നേഹം കാണിക്കുന്ന സ്വഹാബിയല്ല, നബി തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന സ്വഹാബി ആ റബീഅത്തു ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു. അവിടെന്ന് പറയുകയാണ്, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവിടെന്ന്
യാത്ര ചെയ്യാൻ നബിതങ്ങളോടൊപ്പം സഹവസിക്കാതെ എനിക്ക് അല്ലാഹു ഒരു അവസരം നൽകി. അങ്ങനെ പ്രവാചകന്റെ കൂടെ ആ സ്വഹാബി ഇങ്ങനെ കഴിയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങുകയാണ്. പ്രവാചകൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ രാത്രിയിൽ നബിതങ്ങൾ നിസ്കരിക്കുമല്ലോ. ആ പ്രവാചകന് പടച്ചവനെ വല്ലാത്ത തണുപ്പുള്ള ഒരു രാത്രിയാണ്. റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന് തണുപ്പാണ്, പച്ചവെള്ളത്തിൽ ഉതുവെടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടുന്ന് ചൂടുവെള്ളം തയ്യാറാക്കുകയാണ്. അങ്ങനെ രാത്രി മുഴുവനും ഉറങ്ങാതെ അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ റൂമിന്റെ മുമ്പിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് അവിടുന്ന് ചൂടുവെള്ളം കൊണ്ടുപോയി കൊടുക്കുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇതാ നബിയേ ചൂടുവെള്ളം, ഇതാ നബിയേ ചൂടുവെള്ളം. നബി തങ്ങളുടെ മുമ്പിലേക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ടടങ്ങൾ നിറയുകയാണ്. എന്തൊരു സ്നേഹമാണ് പടച്ചവന്! ഈ ചെറുപ്പക്കാരൻ എന്നോട് വല്ലാത്ത സ്നേഹമാണല്ലോ. രാത്രി മുഴുവനും ഉറക്കമൊഴിച്ചിട്ട് ഞാൻ എഴുന്നേക്കുന്നതും കാത്തി എന്റെ റൂമിന്റെ മുമ്പിൽ ചൂടുവെള്ളം കൊണ്ട് കാത്തിരുന്ന ഈ ചെറുപ്പക്കാരന് വല്ലാത്ത ഇഷ്ടമാണല്ലോ. വിധങ്ങൾ അവിടെ നിന്ന് ചിന്തിക്കുകയാണ്, എന്താണ് പടച്ചവന് ഈ ചെറുപ്പക്കാരൻ എന്തൊരു സ്നേഹമാണ് പടച്ചവന്! ഇതിനു പകരം ഞാൻ എന്ത് കൊടുക്കാനാ? ഈ ചെറുപ്പക്കാരൻ ഈ സ്നേഹത്തിന് പകരം ഞാൻ എന്ത് കൊടുക്കാനാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരന്റെ സ്നേഹം കണ്ടപ്പോ, ആ ചെറുപ്പക്കാരന്റെ ആത്മാർത്ഥത കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് അടുത്ത് വിളിക്കുകയാണ്. റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, റബീഅ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കുന്നു, റബീഅ നിനക്ക് എന്താണ് വേണ്ടത്? എന്താ റബീഅ നിനക്ക് വേണ്ടത്? എന്ത് റബീഅ? ലോകത്തിന്റെ നേതാവാൻ പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ ആ പാതിരാത്രിയിൽ ആ ചെറുപ്പനോട് പറയുകയാണ്, നിനക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്ക്, നിനക്ക് എന്താണ് വേണ്ടത്? എന്ത് ചോദിച്ചാലും ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് റബീഅത്ത് കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോ ആ സ്വഹാബി അവിടെന്ന് ചോദിച്ചത് എന്തെന്നറിയുമോ? അവിടെന്ന് ചോദിക്കുന്നു, അവിടെന്ന് ഫഖുൽതു അസ്അലുക മുറാഫതക ഫിൽ ജന്ന. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എന്ത് വേണമെങ്കിലും ചോദിക്കാൻ പറയും. ആ ചെറുപ്പക്കാരൻ ഞങ്ങളോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? വല്ലാത്ത ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്ന, അസ്അലുക മുറാഫതക ഫിൽ ജന്ന യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് സ്വർഗം വേണമെന്നല്ല ചോദിക്കുന്നത്, നബിയേ എനിക്ക് സ്വർഗം വേണമെന്നല്ല ചോദിക്കുന്നത്, എനിക്ക് സ്വർഗത്തിൽ പോകണമെന്നല്ല ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് അങ്ങയോടൊപ്പം വരണം നബിയേ, അങ്ങയുടെ കൂടെ പോലെ നടക്കണം നബിയേ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ കൂടെ എനിക്ക് നടക്കണം നബിയേ, അങ്ങയുടെ ഖാദിമാകണം നബിയേ, അങ്ങയുടെ കൂട്ടനാകണം നബിയേ, അങ്ങയുമായിട്ട് എനിക്കിതുപോലെ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ ചെറുപ്പക്കാരൻ പെടുന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്നറിയുമോ? വേറെ എന്തെങ്കിലും ചോദിക്ക്. സ്വർഗത്തിൽ എന്റെ കൂടെ നടക്കണം, ഞാനുമായി സഹവസിക്കണം, എന്റെ അടുക്കലായിരിക്കണം, ഇതല്ലാതെ എന്തെങ്കിലും നിനക്ക് വേണോ റബീഅ? വേറെ
വേറെ എന്തെങ്കിലും നിനക്ക് വേണോ റബിയ? നിനക്ക് സമ്പത്ത് വേണോ? നിനക്ക് അധികാരം വേണോ? സമാധാനമുള്ള ജീവിതം വേണോ? നിനക്ക് എന്താണ് വേണ്ടത്? വേണ്ട എന്തെങ്കിലും ചോദിക്കാൻ പറയുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്നു, വേണ്ട നബിയേ, അസ്അലുക മുറാഫതക ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം നബിയേ. ആ ചെറുപ്പക്കാരൻ നബിതങ്ങളോടൊപ്പം അതാ നബിതങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മറുപടി എന്തെന്നറിയുമോ? ആഗ്രഹമുണ്ടോ ചെറുപ്പക്കാരാ? ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, ആ പ്രവാചകന്റെ കൂടെ നാളെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. പടച്ചവനെ, അവിടെ കഷ്ടപ്പാടില്ല, ദുരിതമില്ല, ദിക്റില്ല, നിസ്കാരമില്ല, വഅദില്ല, സദഖയില്ല, കഷ്ടപ്പാടില്ല. എല്ലാവർക്കും ഒരേ വയസ്സ്, 33 വയസ്സാണ് ആണിനും പെണ്ണിനും. പടച്ചവനെ, എല്ലാവരും അവിടെ കറുത്തവരെന്നോ വെളുത്തവരെന്നോ ഇരുനിറമെന്നോ അവിടെ എല്ലാവർക്കും മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പടച്ചവനെ ഈജിപ്തിന്റെ ഭരണാധികാരിയ മഹാനായ യൂസുഫ് അലൈഹിസ്സലാം പടച്ചവരെ, ഈജിപ്തിലെ രാജകുമാരിയും സുലൈഖയും തന്റെ കൊട്ടാരത്തിലെ തോഴിമാര് ആ യൂസുഫ് നബിയുടെ ഗ്ലാമർ കണ്ടപ്പോഴാണ് കയ്യിലിരുന്ന കത്തി കൊണ്ട് കൈവിരൽ പോലും മുറിച്ചെടുത്തതെന്ന് ചരിത്രം പറയുമ്പോ ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഗ്ലാമറാണ് സ്വർഗത്തിലെ എല്ലാവർക്കും അല്ലാഹു കൊടുക്കുന്നത്. അവിടെ കഷ്ടപ്പാടില്ലടോ, അവിടെ ദാരിദ്ര്യമില്ലടോ, അവരുടെ പ്രയാസമില്ലടോ, അവിടെ നേരം വെളുത്താ ജോലിക്ക് പോകണ്ട, അവിടെ 5 നേരം അല്ലാഹുവേ ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ, അവിടെ ബാങ്ക് വിളിയില്ല, നിസ്കാരമില്ല, വഅദില്ല, അത് തിന്നരുത്, അത് കുടിക്കരുത്, അങ്ങനെ നടക്കരുത്, അത് ധരിക്കരുത്, അവിടെ അതിരുകളില്ല. എന്ത് വേണമെങ്കിലും തിന്നാം, എന്ത് വേണമെങ്കിലും കുടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇടോ, നിന്റെ മുമ്പിലും പുറകിലും ഖാദിമീങ്ങൾ നടക്കുകയാണ്. അതാണ് തഴവ ഉസ്താദ് പറയുന്നത്, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും താരാട്ടു പാടാൻ തൊഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്, മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്കും നീ ഒരു പാസുതാ മന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. പടച്ചവനെ, ആ മനോഹരമായ സ്വർഗമുണ്ടല്ലോ, ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, പാലരുവികൾ തേനരുവികൾ ഒഴുകുന്ന പടച്ചവന്റെ അനുഗ്രഹമല്ലോ. ആ സ്വർഗ്ഗത്തിൽ ലോകത്തിന്റെ നേതായ മുത്തുനബിയുടെ കൂടെ നടക്കണോ ചെറുപ്പക്കാരാ? ആഗ്രഹമുണ്ടോ മോനെ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ കാലാകാലമാസിക്കടോ? സ്വഹാബുൽ ജാഹും ഫീഹാ കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ മുത്തിനെ കൊണ്ട് നടക്കോ? നീ ദുനിയാവിൽ കൊല്ലം കാണുമായിരുന്നു ചെറുപ്പക്കാരാ. 63 കൊല്ലമാണ് നബിതങ്ങൾ ഭൂമുഖത്ത് ജീവിച്ചത്. ആ പ്രവാചകന്റെ നുബൂവത്ത് കിട്ടിയതിനു ശേഷം 23 വർഷമല്ലേ. എന്നാൽ ആ പ്രവാചകന്റെ കൂടെ കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ആ പ്രവാചകന്റെ കൂടെ നിനക്ക് നടക്കണോ? അതാണ് റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ പാതിരാത്രിയിൽ നബിതങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അസ്അലുക മുറാഫതക ഫിൽ ജന്ന,
സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം നബിയേ, അങ്ങയുടെ സഹവാസം എനിക്ക് വേണം നബിയേ. പ്രവാചകനോട് അവിടെന്ന് ചോദിച്ചപ്പോ എന്തും കൊടുക്കാമെന്ന് പറഞ്ഞ മുത്തുനബി, എന്തു ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞ മുത്തുനബി ആ ചെറുപ്പക്കാരനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവേ, ഞങ്ങളെയും സ്വർഗത്തിൽ മുത്തുനബിയുടെ കൂട്ടുകാരാക്കണേ അല്ലാ. ആ പ്രവാചകനോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ആ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് നബി തങ്ങൾ ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടേ? എന്ത് വേണമെങ്കിലും ചോദിക്കു തരാം. ഒരൊറ്റ ചോദ്യം. സ്വർഗം എന്താണെന്നൊന്നുമല്ല ചോദിച്ചത്, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം നബിയെ, അങ്ങയുടെ കൂട്ടുകാരനാകണം, അങ്ങയോടൊപ്പം എനിക്ക് സഹവസിക്കണം. അള്ളാന്റെ റസൂല് തന്നെ ചോദിച്ചു, നിനക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കാൻ. എനിക്ക് വേറെ ഒന്നും വേണ്ട, നിനക്ക് വേറെ ഒന്നും വേണ്ട നബിയെ. അള്ളാഹു ആ ഭാഗ്യം നമുക്കും തരുമാറാകട്ടെ. അള്ളാഹു ആ ഭാഗ്യം നമുക്കും തരുമാറാകട്ടെ. ഇങ്ങനെ വല്ലവന്റെ കൂടെ നടന്നാൽ മതിയോ? നബിതങ്ങളുടെ കൂടെ നാളെ സ്വർഗത്തിൽ നടക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതിനുള്ള വഴി എന്താ? അതിനുള്ള വഴി എന്താ? അള്ളാഹുവിന്റെ പ്രവാചകം തന്നെ ആ ചെറുപ്പക്കാരനോട് പറയുകയാണ്, ഫഅഗ്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്. അള്ളാന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നാളെ എന്റെ കൂടെ നിനക്ക് നടക്കണോ? അള്ളാന്റെ സ്വർഗത്തിൽ എന്റെ കൂടെ നിനക്ക് സഹവസിക്കണോ? അതിന് നീ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ? റബിയാ, നീ അധികമായിട്ട് സുജൂദ് ചെയ്യണേ റബിയ, നീ അധികമായിട്ട് നിസ്കരിക്കണേ റബിയ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുത്ത ഒരു നന്മയാണ്. പടച്ചവനെ, ആ വിഷയത്തിൽ സ്വന്തം മനസാക്ഷിയോട് ചോദിക്ക്. ഈ വഅല കേൾക്കാൻ വന്നിരിക്കുന്ന ഞാനും നിങ്ങളും സുന്നത്ത് നിസ്കാരമല്ല, എന്റെ പ്രിയപ്പെട്ടവരെ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന കാര്യമല്ല. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലസ്വലാ, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം വിളിക്കുമല്ലോ. ആ ഫർദ് നമസ്കാരത്തിൽ പോലും നമ്മൾ കൃത്യനിഷ്ഠതയില്ലാത്തവരാണ്. ആ ഫർദ് നമസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും നമ്മൾ പുറകോട്ടാണ്. നമുക്ക് വല്ലാത്ത ബടിയാണ്, നമുക്ക് വല്ലാത്ത പ്രയാസമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സുജൂദുകൾ അധികരിപ്പിക്കണം സഹോദരാ. കഴിവിന്റെ പരമാവധി എത്രത്തോളം സുജൂദ് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം നീ സുജൂദ് ചെയ്യ്. നിനക്ക് നഷ്ടമില്ലല്ലോ. ആ സുജൂദ് ചെയ്തതിന്റെ പേരിൽ ഒരിക്കലും നിനക്ക് നഷ്ടം വരാനില്ല. ആ സുജൂദ് ചെയ്താൽ, അധികമായിട്ട് നീ സുജൂദ് ചെയ്താൽ, ആ സുജൂദ് ചെയ്യുന്നത് കൊണ്ടുള്ള നിനക്കുള്ള പ്രയോജനം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാ. ആ അധികമായിട്ട് സുജൂദ് ചെയ്യുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന നേട്ടം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടെന്ന് പറഞ്ഞു തരികയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളിലൻ മിനല്ലാഹി വറിദ്വാനാ സീമാഹും ഫീ വുജൂഹിഹിം മിൻ നസരി സുജൂദ്. അധികമായിട്ട് സുജൂദ് ചെയ്യുന്നവർക്ക് അല്ലാഹു പറയുന്ന പ്രതിഫലം എന്തെന്നറിയോ? അവരുടെ മുഖത്ത് നോക്കിയാ കാണാമടോ. സുജൂദിന്റെ അവയവം ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ കാണാം. ഈ പറയുന്നത് നിസ്കാര തഴമ്പിനെ കുറിച്ചല്ല സഹോദരാ. സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമാണ്. ഈമാനികമായിട്ടുള്ള ഒരു ചൈതന്യം, ഈമാനികമായിട്ടുള്ള ഒരു പ്രകാശം പടച്ചവരെ അറിയാതെ എഴുന്നേറ്റ് പോകുമടോ. ആലിമായത് കൊണ്ടല്ല, സയ്യിദായത് കൊണ്ടല്ല. പടച്ചവനെ, നമ്മുടെ നാട്ടിലെ ചില കാരണവന്മാര് താടിയും തൊപ്പിയുമുള്ള ചില ഉപ്പമാരെ കണ്ടാൽ, ചില ഹാജിയാക്കന്മാരെ കണ്ടാൽ അവര് നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയല്ല.
അവരറിയപ്പെടുന്ന കുടുംബത്തിലെ ആളല്ല, ജമാഅത്തിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ല, ലക്ഷക്കണക്കിന് രൂപ അള്ളാഹുവിന്റെ ദീനിന് സദഖ കൊടുക്കുന്നവരല്ല. എന്നാ ചില ഉപ്പമാരെ കാണുമ്പോ, ചിലരുടെ മുഖത്ത് നോക്കുമ്പോ ഈമാനികമായിട്ടുള്ള ഒരു പ്രകാശം കാണുമടോ, ഈമാനികമായിട്ടുള്ള ഒരു ചൈതന്യം കാണുകയാണ്. പടച്ചവനെ അവരുടെ കൈ പിടിച്ചിട്ട് പറയുന്നു, ഉപ്പാ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യടേ. അവരാദരിക്കുമടോ, അവരെ ബഹുമാനിക്കുമടോ. അത് അല്ലാഹു അവർക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനമാടോ. അത് പണം കൊടുത്ത് വാങ്ങിയതല്ല, അത് അധികാരം കൊടുത്ത് വാങ്ങിയതല്ല, അത് ആൾബലം കൊണ്ട് നേടിയതല്ല. പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹു അവർക്ക് കൊടുത്ത ഒരു സ്ഥാനമാ സഹോദരാ. അതിന് പ്രായമില്ലടോ, അതിന് പ്രായമില്ലടോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു പറയുകയാ, അതാ അവർക്ക് സുജൂദിന്റെ വേപം, അതാ സുജൂദിന്റെ അടയാളം അവരുടെ മുഖത്ത് കാണാ. വല്ലാത്ത ഒരു ഈമാനികമായിട്ടുള്ള ചൈതന്യമാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കടോ. ഈ വേലകൾ കാമുന്നവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ടെസ്റ്റ് ചെയ്യാൻ അവസരമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, സുബഹി നമസ്കരിക്കാത്ത ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നബി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന് എന്തു ചെയ്താലും ബറക്കത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന് എന്തു ചെയ്താലും ബറക്കത്തുണ്ടാകില്ല. ഏത് ദിവസമെന്നറിയുമോ? ഏത് ദിവസമെന്നറിയോ? സുബഹി നമസ്കരിക്കാത്ത ദിവസം ഒരു മനുഷ്യന് എന്ത് ചെയ്താലും അതിൽ ബറക്കത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. മോനെ, കച്ചവടം നടത്തുന്നത് എന്തിനു വേണ്ടിയാ? ജീവിക്കാനല്ലേ. വീട് വെക്കുന്നത് എന്തിനു വേണ്ടിയാ? ജീവിക്കാനല്ലേ. ഏത് കാര്യവും ചെയ്യുന്നത് നിന്റെ ആവശ്യത്തിന് വേണ്ടിയല്ലേ. സഹോദരാ, സുബഹി നമസ്കരിക്കാത്ത ദിവസമാണ് നീ അത് ചെയ്യുന്നതെങ്കിൽ അതിലൊരു ബറക്കത്തില്ലെന്നാണ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയോ? സുബഹി നമസ്കരിക്കാത്ത ദിവസം ഏതൊരു മനുഷ്യന് സുബഹി നിസ്കരിക്കുന്നില്ലയോ, അവന്റെ മുഖത്ത് നിന്ന് അല്ലാഹു ഈമാനിന്റെ പ്രകാശം എടുത്തു മാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പറയുന്നു, എടോ സുജൂദിന്റെ അടയാളം ഒരാളുടെ മുഖത്ത് കാണാം എന്ന് പറഞ്ഞാൽ തഴമ്പല്ല. ചിലർ ചോദിക്കാറുണ്ട്, ഉസ്താദ് എനിക്ക് പ്രായമായി തഴമ്പൊന്നും ഇല്ലല്ലോ, ചെറുപ്പക്കാരുടെയൊക്കെ നെറ്റിത്തടത്തെ തഴമ്പാണ്, അത് വേറെ. എടോ, നമ്മൾ തന്നെ ചിലപ്പോൾ ഈ നാട്ടിലെ വലിയ അറിയപ്പെടുന്ന കോടികൾ കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് ബിൽഡിംഗ് കെട്ടി കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന ആളായിരിക്കും. പക്ഷെ ഓം വിചാരിക്കുക, എന്നെ ആരും പരിഗണിക്കുന്നില്ല, എന്നെ കാണുമ്പോൾ എഴുന്നേക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല. എന്നാൽ ചില വാപ്പമാര് പാവപ്പെട്ടവരാ, കമ്പും കുത്തിയേട്ടായിരിക്കും വരിക. ആ ചങ്ങാതിയെ കാണുമ്പോൾ തന്നെ എഴുന്നേറ്റ് നിന്നു പോകും. കാരണം അതങ്ങനെ, അത് അള്ളാഹു അവരുടെ മുഖത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഈമാനിന്റെ പ്രകാശം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇല്ലെങ്കിൽ നിങ്ങൾ സുബഹി നിസ്കരിക്കാത്ത ഒരു ദിവസം നിന്നെ കാണുന്നവരൊക്കെ ചോദിക്കുക, എന്താടാ മുഖത്തൊരു സന്തോഷമില്ലാത്ത, എന്ത് പറ്റി, നിനക്ക് സുഖമില്ലേ? മുഖത്ത് നോക്കുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കും. എന്നാൽ സുബഹി നിസ്കരിച്ച ദിവസമാണെങ്കിൽ നീ തന്നെ കണ്ണാടി നോക്കിയിട്ട് പറയും, എന്താ അല്ലാ എനിക്ക് ഗ്ലാമർ വെച്ചോ പടച്ചൻ, ഒരു ഈമാനിന്റെ പ്രകാശം അത്. നീ തന്നെ പോയി നോക്ക്. സുബഹി നിസ്കരിച്ച ദിവസവും സുബഹി നിസ്കരിക്കാത്ത ദിവസവും നീ തന്നെ ഒന്ന് കണ്ണാടി പോയി നോക്ക്. ഞാൻ പറഞ്ഞു വന്നത്, നബിതങ്ങൾ പറയുന്നു, നാളെ സ്വർഗത്തിൽ എൻ്റെ കൂടെ നിനക്ക് കൂടണമെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം അധികമായിട്ട് നീ സുജൂദ് ചെയ്യ്. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ വളരെ പുറകോട്ട സഹോദര. നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ വളരെ പുറകോട്ട. ആ ഫർള് തന്നെ നിസ്കരിക്കുന്ന പാടെന്താ നമുക്കറിയാം. അതും സമയത്ത് നിസ്കരിക്കൂല. ആ ഫർള് പോലും നിസ്കരിക്കുന്നവർ ഒരു വിഭാഗം പടച്ചവനെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ വല്ലാതെ അലംഭാവമാണ്. അവരതിന് വലിയ പരിഗണനയൊന്നും കൊടുക്കുന്നില്ലടോ. എന്നാ നിസ്കരിക്കുന്നവന്റെ അവസ്ഥ എന്താ? നിസ്കരിക്കുന്നവന്റെ അവസ്ഥ എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നമുക്കതിന്റെ വിലയറിയുന്നില്ല. നമുക്ക് നിസ്കാരം എന്താണെന്ന് പോലും അറിയുന്നില്ല. പടച്ചവനെ നബി തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ,
ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണേ, ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അള്ളാന്റെ മലക്കുകൾ അവനെ മുസാഫഹത്ത് ചെയ്യുകയാ. നിസ്കാരപ്പായിൽ നിന്ന് ഒരു മനുഷ്യൻ എഴുന്നേൽക്കുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ അവനെ മുസാഫഹത്ത് ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നു, മനുഷ്യ നീ സ്വർഗത്തിലാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ. അല്ലാഹു നിന്റെ പാപം മുഴുവനും പുറത്തു തന്നിരിക്കുകയാണ്. നീ സ്വർഗത്തിന്റെ അവകാശിയാണ്. നിന്റെ പേര് സ്വർഗത്തിന്റെ ലിസ്റ്റിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യനോട് അല്ലാഹുവിന്റെ മലക്കുകൾ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്ത് സന്തോഷ വാർത്ത പറയുമെന്ന് നബി തങ്ങൾ പറയുമ്പോ, അതാണടാ ചെറുപ്പക്കാരാ നിസ്കാരമെന്ന് പറയുന്നത്. നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ സർവ്വ അപരാധങ്ങളും ഹജറുൽ അസ്വദ് മുത്തിയവനെ പോലെ നിന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കാൻ 1000 വഖത്ത് നിസ്കാരമൊന്നും വേണ്ട, ഒരേ ഒരു വഖത്ത് നിസ്കാരം മതിയടാ സഹോദരാ. നിസ്കരിക്കേണ്ടതുപോലെ ഒരേ ഒരു വഖത്ത് നീ നിസ്കരിച്ചാൽ എഴുന്നേൽക്കുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, നീ സ്വർഗത്തിലാണെന്ന്, നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന്. എന്നാ മറ്റു ചിലരോട് പറയുകയാണ്, നീ നിസ്കരിച്ചിട്ടും നരകത്തിലാണ്, നീ നിസ്കരിച്ചിട്ടും നരകത്തിലാണ്, നീ നഷ്ടവാളിയായി പോയല്ലോ. അടുത്ത വഖത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് നീ മരണപ്പെട്ട പടച്ചവനെ നീ നരകത്തിലാണല്ലോ. നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യനോട് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുമെന്ന് നബി തങ്ങൾ പറയുമ്പോ താടിയും തടമ്പുമിട്ട് ഞാനും നിങ്ങളും ചിന്തിക്കണമടോ. വർഷങ്ങൾ കൊണ്ട് നിസ്കരിക്കുന്നവരല്ലേ ഉസ്താദേ, ഉഹദ് മലയോളം വലുപ്പത്തിൽ നിസ്കാരം ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുകയാ. നാളെ നബി തങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാരാകുമെന്ന് ഞാനും നിങ്ങളും മനസ്സിലെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്നെങ്കിൽ സഹോദരാ, നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ഒരു സാമ്പിള് പറഞ്ഞു തരട്ടെ. നിസ്കാരം എന്താണെന്ന് മനസ്സിലാകാൻ ഞാനൊരു സാമ്പിള് പറഞ്ഞു തരട്ടെ. എന്നിട്ട് എന്റെയും നിങ്ങളുടെയും നിസ്കാരം ഒന്ന് നമുക്ക് തുലനം ചെയ്യാം. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ? മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ഉർവ തങ്ങളുടെ ഒരു കാലിന്റെ വിരലിന് വല്ലാത്ത വേദനയാ. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന് വല്ലാത്ത ഒരു വേദനയാണ്, കാലിന്റെ വിരലിന് വല്ലാത്ത വേദനയാണ്. വൈദ്യന്മാരെ കാണിച്ചു. വൈദ്യന്മാര് പരിശോധിച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞ്, തങ്ങളെ പ്രശ്നമാണ്, ഇത് പഴുക്കാൻ സാധ്യതയുണ്ട്, ഇത് പഴുത്താ പ്രയാസമാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹു പരിഗണിച്ചില്ല. സഹോദരാ, കാലിങ്ങനെ വിരല് പഴുക്കുകയാണ് പൊന്നുമോനെ. ആ വിരല് പഴുത്തിട്ട് വല്ലാത്ത വേദനയായി. ഉർവതങ്ങളോട് വൈദ്യന്മാര് പറഞ്ഞു, വിരല് മുറിക്കണം തങ്ങള്. ഉർവതങ്ങൾ പരിഗണിച്ചില്ല. വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു. ആ പഴുപ്പ് മുകളിലേക്ക് വ്യാപിക്കുകയാണ്. അവസാനം വൈദ്യന്മാര് പറഞ്ഞു, കാൽപ്പത്തി മുറിച്ചു മാറ്റണം തങ്ങള്. ഉർവ റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. പഴുപ്പ് മുകളിലേക്ക് കയറുകയാണ്. അവസാനം വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ മുട്ടിന്റെ താഴ്ഭാഗം വെച്ച് മുറിച്ചു മാറ്റണം, ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതൊന്നും അനുസരിക്കുക തങ്ങള്. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു വേറെ വഴിയില്ലാതെ കാല് മുറിക്കാൻ സമ്മതിക്കുകയാണ്. പടച്ച റബ്ബേ, കാല് മുറിക്കുന്നതിന് വേണ്ടി വൈദ്യന്മാര് തയ്യാറെടുത്ത് ആയുധങ്ങളുമായി കടന്നു വരികയാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് വൈദ്യന്മാര് കള്ളു കൊടുത്തിട്ട് പറയുകയാ കുടിക്കാൻ, ലഹരി കൊടുത്തിട്ട് പറഞ്ഞു കുടിക്കാൻ. ഉർവ തങ്ങൾ ചോദിച്ചു, എന്തിനാ ഞാൻ ലഹരി കുടിക്കുന്നത്? തങ്ങളെ കാല് മുറിക്കുന്നതിന് വല്ലാത്ത വേദനയാ തങ്ങള്, സഹിക്കാൻ കഴിയില്ല തങ്ങള്. ഇത് കുടിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ശമനം
വരും തങ്ങള്, അറിയാതെ ഇരിക്കാൻ പറ്റും തങ്ങള്. അതുകൊണ്ട് കള്ള് കുടിക്കാൻ അവിടുന്ന് വൈദ്യന്മാര് ലഹരി കൊണ്ടുവന്ന് കൊടുക്കുമ്പോ മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കള്ളിലെ ശിഫയില്ല, ഒരിക്കലും ഞാൻ കുടിക്കില്ല. അവസാനം വൈദ്യന്മാര് വല്ലാത്ത സങ്കടത്തിലായി. പിന്നെ എങ്ങനെയാണ് തങ്ങളെ ഞങ്ങൾ ഈ കാല് മുറിച്ചു മാറ്റുന്നത്? പടച്ചവനെ, അവര് വല്ലാത്ത പ്രയാസത്തിലായി. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ തന്നെ ഒരു വഴി പറഞ്ഞു തരാ. നിങ്ങൾ എന്തിനാ പ്രയാസപ്പെടുന്നത്? നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരെ, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചു മാറ്റിയാ പോരെ. അതിന് ഉർവ തങ്ങൾ പറഞ്ഞു, ഞാൻ തന്നെ ഒരു വഴി പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഏതെങ്കിലും ഒരു സിനിമയുടെ തിരക്കഥയല്ല ഞാൻ പറയുന്നത്, പുഷ്പയുടെ കഥയല്ലടാ പറയുന്നത്. നിനക്ക് പോയിട്ട് വായിച്ചു നോക്കാൻ കഴിയുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനോഹരമായ ചരിത്രമാണ് മോനെ. ഉർവ തങ്ങളുടെ പടന്ന് പറഞ്ഞു, ഞാൻ ഉളുവെടുത്ത് 2 റക്അത്ത് നമസ്കരിക്കാം. ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചെന്ന് മനസ്സിലായാ, പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. റളിയല്ലാഹു തആല ഉളുവെടുക്കുകയാണ്. അവിടുന്ന് പടച്ചവനെ നിസ്കാരപ്പായിലേക്ക് കടന്നു വരികയാണ്. അവിടുന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞ് കൈകെട്ടുകയാണ്. എന്നിട്ട് പടച്ചവനോട് പറയുന്നു, ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി. പടച്ചറപ്പിനോട് അവിടുന്ന് പടച്ചവനെ കരാർ ചെയ്യുകയാണ്. മഹാനായ ഉർവ റളിയല്ലാഹു തആല അവിടുന്ന് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് ഫാത്തിഹ ഓതുകയാണ്. റബ്ബേ, ഉർവ തങ്ങളെ നമസ്കരിക്കാൻ തുടങ്ങി. ഏത് സൂറത്താ ഓതിയതെന്നറിയുമോ? സൂറത്തുൽ മുസമ്മിലാണ് പാരായണം ചെയ്യുന്നത്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ. ഉർവ തങ്ങളെ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോ വൈദ്യന്മാര് കാല് മുറിക്കാൻ തയ്യാറാവുകയാണ്. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാലുണ്ടല്ലോ, അവിടെന്ന് വെട്ടിമുറിച്ചടാ ചെറുപ്പക്കാരാ. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഒരു പച്ചയായ മനുഷ്യനൊരു മരുന്നും കൊടുത്തില്ല, ഒരു അനസ്തേസിയുമില്ല, ഒരു മരവിപ്പിക്കലുമില്ല. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാലുണ്ടല്ലോ, അവിടെന്ന് വെട്ടിമുറിക്കുകയാണ്. അറിഞ്ഞില്ലടാ ചെറുപ്പക്കാരാ. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിലാ. ഉർവതങ്ങൾ അറിഞ്ഞില്ല, ഉർവതങ്ങൾ അറിഞ്ഞില്ല. പടച്ചവനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒറ്റക്കാലിൽ നിസ്കരിക്കുകയാണ്. പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഒഴുകുന്നത് പോലെ മുറിച്ച കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. എന്തു ചെയ്തിട്ടും രക്തം നിലയ്ക്കുന്നില്ല, എന്ത് ചെയ്തിട്ടും രക്തം നിലയ്ക്കുന്നില്ല. അവസാനം പെട്ടെന്ന് രക്തം നിൽക്കാനുള്ള വഴി എന്തെന്നറിയോ? അവര് ചെയ്യുന്ന ഒരു മരുന്നുണ്ട്, സൈത്തെണ്ണ തിളപ്പിക്കുകയാണ്. സൈത്തെണ്ണ തിളപ്പിക്കുകയാണ്. ആ സൈത്തെണ്ണ തിളപ്പിച്ചു കൊണ്ടുവന്നിട്ട് സുബ്ഹാനല്ലാഹ്, നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലുണ്ടല്ലോ, ആ കാലിലേക്ക് തിളച്ച എണ്ണയങ്ങ് മുക്കുകയാ. അറിഞ്ഞില്ല വാപ്പാ, അറിഞ്ഞില്ല വാപ്പാ. കാരണം നിസ്കാരത്തിലാണ്. ഉർവ തങ്ങൾ ഓതുന്ന ആയത്തേതെന്നറിയുമോ? ഇന്നലദൈനാ അൻകാലം വജഹീമാ. അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തിന്റെ അവസ്ഥ പറയുന്ന, ആ നരകത്തെ കുറിച്ച് പറയുന്ന ആയത്തിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുകയാണ്. അപ്പോഴാണ് തിളച്ച എണ്ണ കൊണ്ടുവന്ന് മുറിഞ്ഞ കാലിലേക്ക് അവിടുന്ന് മുക്കുന്നത്. അറിഞ്ഞില്ല മക്കള്, ഉർവ റളിയല്ലാഹു തആല ആർക്ക് പറഞ്ഞില്ല. അവസാനം പടച്ചവനെ അവിടുന്ന് തളർന്നു ബോധം കെട്ട് വീഴുകയാണ്. ഉർവ തങ്ങളെ കാല് മുറിച്ചതറിഞ്ഞിട്ടില്ല. വൈദ്യന്മാര് കാലിൽ മരുന്ന് വെച്ച്
വെച്ച് കെട്ടി, കാലില് മരുന്ന് വെച്ച് കെട്ടി. ഉർവ റളിയല്ലാഹു തആല അവസാനം ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുമ്പോ വൈദ്യന്മാര് മുഴുവനും വല്ലാത്ത സങ്കടത്തിലാണ്. ആരാ പറയുന്നത്? കാല് മുറിച്ചു മാറ്റിയെന്ന് ആരാ പറയുന്നത്? മഹാനവറുകൾക്ക് വല്ലാത്ത വിഷമമാകുമല്ലോ. അങ്ങനെ എല്ലാവരും വൈദ്യന്മാരിങ്ങനെ ചർച്ചയാണ്. അപ്പോഴാണ് ഒരു മനുഷ്യൻ ഓടി വരുന്നത്. എവിടെ ഉർവതങ്ങളെവിടെ? ഉർവതങ്ങളെവിടെ? എന്തിനാണ് ഉർവതങ്ങളെ തിരയുന്നത്? ഉർവതങ്ങളുടെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, കുതിരയുടെ ചവിട്ട് കൊണ്ട് മരണപ്പെട്ടിരിക്കുകയാ. അല്ലാഹുവേ, ഒരു കാല് മുറിച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് മരണവാർത്ത വരുന്നത്. രണ്ടാമത്തെ സങ്കടമായി. അവസാനം ഉർവ റളിയല്ലാഹു തആല അൻഹുവിന് ബോധം ധരിച്ചു വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ കാല് മുറിച്ചു മാറ്റി തങ്ങളെ. ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്. തങ്ങള് ഏറ്റവും ചെറിയ മകനും മരണപ്പെട്ടു. തങ്ങള് ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്. വല്ലാത്ത അത്ഭുതമായി. എന്തേ തങ്ങള് കാല് മുറിച്ചു മാറ്റി എന്ന് പറയുമ്പോ അൽഹംദുലില്ലാഹ് പറയുന്നത്? പൊന്നാര മകൻ മരിച്ചു പോയെന്ന് പറയുമ്പോ അൽഹംദുലില്ലാഹ് പറയുന്നല്ലോ. ഉർവ തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? അല്ലാഹു രണ്ട് കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ. രണ്ട് കാലില്ലാത്ത എത്രയോ പേരുണ്ട് റബ്ബേ. എന്നോട് അല്ലാഹു കരുണ കാണിച്ചല്ലോ. അൽഹംദുലില്ലാഹ്. അല്ലാഹു എനിക്ക് ഒരുപാട് മക്കളെ തന്നിട്ട് ഒരാളെയല്ലേ തിരിച്ചെടുത്തുള്ളൂ. ബാക്കി മക്കളെ എന്റെ റബ്ബ് ജീവനോടെ തന്നല്ലോ. അൽഹംദുലില്ലാഹ്. ഉർവതങ്ങളെ പെടെന്ന് പറയുകയാണ്. വൈദ്യന്മാര് മുഴുവനും അത്ഭുതത്തോടെ നിൽക്കുമ്പോ മഹാനായ ഉർവതങ്ങളിരുന്ന് കരയുകയാ. മഹാനായ ഉർവ റളിയല്ലാഹു തആല ഇരുന്ന് കരയുകയാണ്. സങ്കടം കണ്ടപ്പോ വൈദ്യന്മാര് തങ്ങളോട് ചോദിക്കുകയാ, തങ്ങളെ നിങ്ങൾ കാല് മുറിച്ചപ്പോ, നിങ്ങളുടെ മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അൽഹംദുലില്ലാഹ് പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ തങ്ങളെ നിങ്ങൾ വല്ലാതെ കരയുന്നത്? ആ സമയത്ത് ഉർവ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പഠിക്കണേ ചെറുപ്പക്കാരാ, ആരോഗ്യമുണ്ടായിട്ട് അല്ലാഹു എല്ലാം നിനക്ക് തന്നിട്ട് പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് നടക്കുന്ന യുവത്വമേ, ഉർവതങ്ങളിരുന്ന് കരയുകയാ. എന്തിനാ തങ്ങളെ കരയുന്നത്? ഉർവതങ്ങൾ പറഞ്ഞത് കരയാറുള്ള കാരണം എന്തെന്നറിയോ? ഇനി പഴയതുപോലെ നിന്ന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അല്ലാ. ഇനി പഴയതുപോലെ നിന്ന് നിസ്കരിക്കാറ് രണ്ട് കാലുള്ള സമയത്ത് നിസ്കരിക്കുന്നത് പോലെ ഇനി എനിക്ക് ഒരുപാട് നേരം നിൽക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുപാട് നേരം സുജൂദ് ചെയ്യാൻ കഴിയില്ലല്ലോ. ആ സങ്കടം കൊണ്ട് കരയുകയാ. ആ സങ്കടം കൊണ്ട് കരയുകയാ. മഹാനായ ഉർവ റളിയല്ലാഹു തആല പറയുമ്പോ, അല്ലാഹുവേ, ഈ സ്ഥാപനത്തിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, ഒരു പച്ചയായ മനുഷ്യന്റെ ഒരു കാല് വെട്ടി മുറിച്ചിട്ട് ആ ഉർവതങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ വാപ്പാ, അതിനല്ലേ നിസ്കാരമെന്ന് പറയുന്നത്. അതാണ് വാപ്പാ നിസ്കാരമെന്ന് പറഞ്ഞാൽ. ചെറുപ്പക്കാരാ, അതിനാടാ മോനെ നിസ്കാരമെന്ന് പറയുന്നത്. അങ്ങനെ നിസ്കരിച്ചിട്ട് എഴുന്നേക്കുന്നവനോടാണ് അല്ലാഹുവിന്റെ മലക്കുകൾ സന്തോഷ വാർത്ത പറയുന്നത്. എന്നാ നമ്മൾ നിസ്കരിക്കുമ്പോ നമ്മളുടെ ചെവിയുടെ ഭാഗത്തുകൂടെ ഒരു കൊതുവങ്ങാണമെന്നും മൂളിയിട്ട് പോയാൽ, ഉർവ റളിയല്ലാഹു തആല അൻഹു നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു കാല് വെട്ടി മുറിച്ചിട്ട് മഹാനവറുകൾ അറിഞ്ഞില്ല. മുറിച്ചു മാറ്റി കാല്.
എന്നിട്ട് രക്തം നിൽക്കാതെ വന്നപ്പോൾ തിളച്ച എണ്ണ സൈത്തെണ്ണ തിളപ്പിച്ചിട്ട കാലിലേക്ക് മുക്കി. അപ്പോഴും അറിഞ്ഞില്ല. ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊതുക് പറഞ്ഞാൽ എനിക്കറിയാം. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറയടോ. എൻ്റെ ചെവിയുടെ ഭാഗത്തുകൂടെ ഒരു കൊതുക് മൂളിയിട്ട് പോയാൽ നമുക്കറിയാം. പിന്നല്ലേ കടിക്കുന്നത്. ഇതാണ് ചാക്കി കെട്ടി വെച്ചിരിക്കുന്ന നിസ്കാരം എൻ്റെത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളറിയോ ഒരു കൊതുക് കൊത്തിയ അറിയോ? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണം? നിസ്കരിക്കുമ്പോൾ ഒരു കൊതുക് അടിച്ച അറിയോ? ഇതാണ് നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്കണം. സ്വർഗത്തിൽ പോകാൻ നിറച്ചു വെച്ചിരിക്കണ അമലിത. എടാ, ഒരാള് നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായി നിന്ന് എഴുന്നേക്കുമ്പോഴേ അവൻ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, നാളെ നബിതങ്ങളുടെ സ്വർഗത്തിൽ നബിതങ്ങളുടെ കൂടെ നടക്കണമെങ്കിൽ എത്രത്തോളം നിനക്ക് നിസ്കരിക്കാൻ പറ്റുമോ അത്രത്തോളം നീ നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രി മുഴുവനും കാല് നീര് കെട്ടുന്ന രീതിയിൽ നിസ്കരിച്ചു എന്നാ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്തിനാ നബി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യം എന്താ? ഇത്രത്തോളം ഇങ്ങനെ റിസ്ക് എടുക്കേണ്ട കാര്യം എന്താ? ഈ കാല് നീതിന്റെ ആവശ്യമുണ്ടോ? അപ്പോഴും നബിതങ്ങൾ പറഞ്ഞത്, ആയിഷ അള്ളാഹിനോട് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ, നന്ദി കാണിക്കണ്ടേ. അള്ളാഹു നമ്മളെക്കാ നന്ദിയുള്ള അടിമകളിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രത്തോളം തണുപ്പുണ്ടല്ലേ ഇപ്പം മഴയുടെ സമയമൊന്നും അല്ലല്ലോ. എന്നിട്ടും ഇവിടെ എന്താ റഫീഖ് ഉസ്താദ്, ഇവിടുത്തെ പ്രിൻസിപ്പാൾ എന്താ റഫീഖ് ഉസ്താദ്? ഇവിടുത്തെ പ്രിൻസിപ്പാളല്ലേ റഫീഖ് ഉസ്താദ്? ഇവിടെ ഇല്ലേ? ഞങ്ങൾ ആൻഡോമാനിലുണ്ടായിരുന്നു. ആൻഡോമാനി ഇങ്ങനെ വഴുത് പറഞ്ഞുകൊണ്ടിരുന്നപ്പം മഴ പെയ്യുന്നത് പോലെ മഞ്ഞ് വന്നിറങ്ങണത്. ഞാൻ വിചാരിച്ചു മഴയാണെന്ന്. ഒരു 11 മണിയാ ഉണ്ടായിരുന്നു. പാവപ്പെട്ട മനുഷ്യനാ. ഞങ്ങൾ രണ്ടുപേരും സത്യത്തിൽ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടെങ്കിലും ആ എന്താ പറഞ്ഞ നബിതങ്ങൾ പറഞ്ഞത്, നബിതങ്ങളുടെ മുമ്പിൽ നബിതങ്ങൾ ഇരിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒരു മനുഷ്യനെ കാണിച്ചിട്ട് പറഞ്ഞത്, ഒരു നല്ല മനുഷ്യൻ പോണെന്ന്, ഒരു നല്ല മനുഷ്യൻ പോകുന്നെന്ന്. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, ഉമറെ നീ അവന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? ആ പോകുന്നവൻ നല്ലവനാണെന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ ചോദിച്ച ചോദ്യം, നീ അവന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? അവനുമായിട്ട് സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്ന് നബിയനാ റസൂലുള്ളാഹി. അപ്പൊ ഒരാളുടെ സ്വഭാവം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഓന്റെ കൂടെ സഞ്ചരിക്കണം. ഒരാളുടെ കൂടെ സഞ്ചരിക്കണം, സാമ്പത്തിക ഇടപാടുകൾ നടത്തണം. അപ്പൊ അറിയാൻ നല്ലവനാണോ മോശമാണോ എന്ന്. ഞാൻ പറഞ്ഞത്, ഉസ്താദിന്റെ കൂടെ 2 ദിവസം യാത്ര ചെയ്തു. അൽഹംദുലില്ലാ എയർപോർട്ടിലൊക്കെ തിരിച്ചു വരുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആ ചങ്ങാതിയെ മനസ്സിലായത്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എപ്പോഴും ഒരു ചിരിയാ മുഖത്ത്. ആ ചിരിയാണ് ആകെയുള്ള ഐശ്വര്യം. അള്ളാഹു അത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിസ്കരിക്കുക സഹോദര. എത്രത്തോളം നിസ്കരിക്കാൻ കഴിയുമോ, എത്രത്തോളം നമുക്ക് സുജൂദുകൾ അധികരിപ്പിക്കാൻ കഴിയുമോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിലധികമായിട്ട് നിങ്ങൾ ചെയ്യും. കഴിവിന്റെ പരമാവധി രാത്രിയിലെ നിസ്കാരം ഉപേക്ഷിക്കരുത്. ഒരു 2 റക്അത്ത് നിസ്കാരം. എടോ 5 വഖത്ത് ഇന്നലെ 5 വഖത്ത് നിസ്കരിച്ചവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. എല്ലാവരും നിസ്കരിച്ചിട്ടുണ്ടോ? ഒന്ന് കൈവക്കറോ. ഇന്നലെ 5 വഖത്ത് നിസ്കരിച്ചവരൊക്കെ അൽഹംദുലില്ലാഹ് അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ പറ. ഇന്നലെ തഹജ്ജുദ് നിസ്കരിച്ചവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. എനിക്കറിയാം. വേണ്ട എനിക്ക് നാണം കെടാൻ വയ്യ. അതാ ഞാൻ പറഞ്ഞേ. ഈ 5 നേരം നിസ്കരിച്ച നമ്മൾ എത്ര പേരാ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടാവുക? അത് 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ എല്ലാവർക്കും പറ്റും. ആ രാത്രിയിലെ 2 റക്അത്ത് നിസ്കരിക്കാൻ എല്ലാവർക്കും പറ്റില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പകല് നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. എന്നാൽ ആ പാതിരാത്രി എഴുന്നേറ്റ് 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് 4:30 എഴുന്നേറ്റിട്ട് പടച്ചവനെ ഒരു 2 റക്അത്ത് നിസ്കരിക്കാറ് അത് വല്ലാത്ത ഒരു പുണ്യമാടോ. അള്ളാഹു തന്നെ പറയുകയാ, നബി തങ്ങൾ പറയുകയാ, അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. ഈ കൈപൊക്കിയ സഹോദരങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ആരാണെന്നറിയോ? നിങ്ങളുടെ മഹത്വം എന്തെന്നറിയോ? സഹോദരാ, നീ സാധാരണ ആളല്ല, നീ VVIP ആണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ,
പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന്റെ പ്രത്യേകത എന്തെന്നറിയോ? അല്ലാഹു ഇഷ്ടപ്പെട്ടവരാണ്. അല്ല ഇഷ്ടപ്പെട്ടവർക്കേ പറ്റൂ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കേ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയൂ. രാത്രിയിൽ എഴുന്നേറ്റിട്ട് 2 റക്അത്ത് നിസ്കരിക്കണമെങ്കിൽ എല്ലാവരെ കൊണ്ടും പറ്റൂല. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, ആ അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്കേ രാത്രിയിൽ നിസ്കരിക്കാൻ കഴിയൂ. വല്ലാത്ത പ്രതിഫലമാണ്. നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാകടത്തിലൂതുമ്പോ തോടാറ് പള്ളിയുടെ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ, എല്ലാവരും പേടിച്ച് വിറച്ച് ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളുമല്ല തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ പേടിച്ച് വിറച്ചവരെ പോലെ നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ നിബിതങ്ങൾ പറഞ്ഞു, സ്വഹാബാ, 2 പേരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ. 2 വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ. അവരാരാണെന്നറിയോ? അവരാരാണെന്നറിയോ? നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ തല ഉയർത്തിപ്പിടിച്ചുവിടുന്ന 2 വിഭാഗത്തിൽ ഒരു വിഭാഗമാരെന്നറിയോ? മോരേ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ, സുന്ദരിയായ ഭാര്യയുടെ കൂടെ പുതപ്പിനടിയിൽ അവളുടെ ശരീരത്തിന്റെ തോലിനോട് ചേർന്ന് കിടന്നുറങ്ങുമ്പോ ആ പ്രിയപ്പെട്ടവളെ തെള്ളി മാറ്റിയിട്ട് പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച ചെറുപ്പക്കാരാ, നിസ്കരിച്ച ഉമ്മമാരേ, വെളുപ്പാങ്കാലത്ത് കിടന്നുറങ്ങാൻ വല്ലാത്ത സുഖമാണ് മോനെ. ആ തണുപ്പുള്ള സമയത്ത് വല്ലാതെ കിടന്നുറങ്ങുന്ന സമയമാണ്. ഏത് പുതപ്പ് പുതയ്ക്കാത്തവരും പുതപ്പെടുത്ത് പുതച്ചിട്ട് കിടക്കുന്ന സമയമാണ്. ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന സഹോദരാ, നാളെ തല ഉയർത്തിപ്പിടിച്ച് നാളെ പരലോകത്ത് കൂടെ നിനക്ക് നടന്നു പോകാ. എന്നിട്ട് നബിതങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ, വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്, തതജാഫാ ജുനൂബുഹും അനിൽ മലാജി വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്, പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചവരെവിടെ? ആ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചവരെവിടെ? സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നതിനൊരു 10 മിനിറ്റ് മുമ്പെങ്കിലും എഴുന്നേറ്റ് നിസ്കരിച്ച പെങ്ങള് നാളെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ച് പറയുകയാ, വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. വിചാരണയില്ലാതെ പൊക്കോ, വിചാരണയില്ലാതെ പൊക്കോ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക്, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ അവരെ കടത്തിവിടുമെന്ന് നബി തങ്ങൾ പറയുമ്പോ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മോനെ, ശഅബാൻ മാസമാണ്, റമളാൻ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. നിസ്കാരത്തിന്റെ വാർഷികം കഴിഞ്ഞ റജബ് 27-ന് കഴിഞ്ഞിരിക്കുകയാണ്. സമയമായടാ മോനെ, മനസ്സും ശരീരവും ശുദ്ധമാക്കേണ്ട മാസമാണ് ശഅബാൻ. റമളാൻ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. വബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ റമളാനിലേക്ക് എന്റെ ആയുസ് നീട്ടിത്തരണേ അല്ലാ എന്ന് ദുആ ചെയ്തിട്ട് കാത്തിരിക്കേണ്ട സമയമാ ചെറുപ്പക്കാരാ. നിസ്കാരവും നല്ല കാര്യങ്ങളും ചെയ്യേണ്ട സമയമാ. ഒരുങ്ങു പൊന്നുമക്കള്, ഒരുങ്ങു പൊന്നുമക്കള്. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമയം പാഴാക്കാതെ അല്ലാഹു നിന്നെ പടച്ചിരിക്കുന്നത് തന്നെ ഇബാദത്ത് ചെയ്യാനാ. അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാനാ പടച്ചിരിക്കുന്നതെന്ന ബോധത്തോടെ എന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തു. അല്ലാതെ പടച്ചവനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ നടക്കരുത്. ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ കാണുമ്പോ വല്ലാത്ത സങ്കടമാണ്. പടച്ചവനെ, എന്തൊക്കെ പേക്കൂത്തുകളാ കാണിക്കുന്നതെന്നറിയോ? സങ്കടം തോന്നും സഹോദരാ, സങ്കടം തോന്നുന്ന പല വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പടച്ചവനെ, ഞങ്ങളുടെ കേരളത്തിലൊക്കെ അല്ലാഹുവിന്റെ ഉലിയാക്കന്മാര്, മഹാ
മഹാന്മാര് അവരെ അള്ളാഹു ആദരിച്ചവരാ, അള്ളാഹു ബഹുമാനിച്ചവരാ. അവനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതെന്തെന്നറിയോ? അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹു അവരെ കുറിച്ച് തന്നെ ഖുർആനിൽ പരിചയപ്പെടുത്തിയത് ഔലിയാക്കന്മാർ ആരാണെന്ന് പറയുമ്പോ ഇന്ന് പടച്ചവനെ നടക്കുന്ന പല ഉറൂസുകളും പല നേർച്ചകളും സഹിക്കാൻ കഴിയാത്തതാ. ആ മക്കാമിനകത്ത് കിടക്കുന്ന മഹാരഥന്മാരായ ഔലിയാക്കന്മാരെ പോലും കളിയാക്കുന്ന രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിൽ, പടച്ചവനെ അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാ നടക്കുന്നത്. പടച്ചവനെ കേരളത്തിൽ പല പല അതാ മക്കാമുകളിലും നേർച്ചകളെന്ന് പറഞ്ഞ് എഴുന്നള്ളത്തിന് ആനയെ കൊണ്ടുവന്ന ആന വരണ്ടിട്ട് അവസാനം പാപ്പാനയുൾപ്പെടെ ചവിട്ടിക്കൊല്ലുന്ന വാർത്തകൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാ. പടച്ചവനെ പറയാൻ ആരുമില്ല, പ്രതികരിക്കാൻ ആരുമില്ല. ഇത് പാപമാണെന്ന് പറയാനെന്ന് പലരും തയ്യാറാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവര്, ഏത് ഔലിയാ സഹോദരാ, ഏത് മക്കാമിനകത്ത് കിടക്കുന്ന ഔലിയാ ആണ്, ഏത് വലിയാണ് ഇതുപോലെയുള്ള പേക്കൂത്തുകൾ ആഗ്രഹിക്കുന്നത്, ഇതുപോലെ ചെയ്യാൻ പറയുന്നത്? സഹോദരാ, അധപ്പതനത്തിന്റെ അടിത്തട്ടിലൂടെ ഗാനമേളകൾ നടത്തുന്നില്ലേ? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഉറൂസില് അതാ പറയാൻ കാത്തിരിക്കുന്നവന് പറഞ്ഞുകൂടെ പറയാൻ അവസരം കൊടുക്കുന്നത് പോലെ, കളിയാക്കാൻ കാത്തിരിക്കുന്നവന് പരിഹസിക്കാൻ അവസരം കൊടുക്കുന്നത് പോലെ, പടച്ചവനെ എന്തെല്ലാം അനാചാരങ്ങളാണ്, എന്തെല്ലാം പേക്കൂത്തുകളാണ്. അവസാനം ആനയെ കൊണ്ടുവന്ന് എഴുന്നള്ളത്ത് നടത്തിയിട്ട് ആരെ വരണ്ടിട്ട് ചവിട്ടി കൊല്ലുന്ന വീടിയാണ് സഹോദരാ. എന്റെ പ്രിയപ്പെട്ടവര്, ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളാണ് ഇന്ന് ചെറുപ്പക്കാര് നടത്തുന്നത്. ഇവിടെയൊക്കെ നാട്ടില് പത്രം എടുത്തു നോക്കിയാൽ കാണാം, മഹാന്മാരുടെ ഉറൂസിന് ആനയെ കൊണ്ടുവന്ന് എഴുന്നള്ളത്ത് നടത്തിയിട്ട് ആനയ്ക്ക് ഹാലുള്ള വീട്ട് ചവിട്ടിക്കൊല്ല. എങ്ങനെ ഇടകാതിരിക്കും? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ ഒന്നും ഇല്ല അല്ലേ? അൽഹംദുലില്ലാഹ്. അല്ല, എത്ര സന്തോഷം. ഇവിടെ ആനയ്ക്ക് തന്നെ സഹിക്കണില്ല, എന്നിട്ട് എന്താ ഷഹീദിന്റെ കൂലിയാണോ എന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു ഭാഗത്ത് അങ്ങനെ, മറുഭാഗത്തോ ഒരു ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പലതും കണ്ടാ സഹിക്കൂല, അതിനെക്കുറിച്ച് ആർക്കും മിണ്ടണ്ട. മറുഭാഗത്താണെങ്കിലോ ഭ്രാന്തായാൽ എന്ത് രസം, സക്കറാത്തുൽ മൗത്ത് എന്തെന്താ, അങ്ങനെയൊക്കെ ഇപ്പൊ പലരും മറ്റു സൈഡിൽ സൂഫിസം വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മറുഭാഗത്ത് നോക്കിയ സൂഫിസം. എല്ലാരും ഇപ്പൊ പാട്ടിന്റെ പുറകില, എല്ലാരും പാട്ട് അർത്ഥമൊന്നുമില്ല, അങ്ങ് പാട്. എല്ലാരും കൂടെ കലക്കവെള്ളത്തി മീൻ പിടിക്കണ പോലെ ഒരുത്തം പാടിക്കഴിയുമ്പോൾ എല്ലാരും കൂടെ പാട്ടും ബഹളമൊക്കെ. എന്നിട്ട് വല്ലതും പറഞ്ഞാൽ പറയാം അതൊക്കെ സൂഫിസം, ഉസ്താദിന് അർത്ഥം തിരിയാഞ്ഞിട്ടാണ്. എടാ, ഞങ്ങൾക്ക് അർത്ഥം തിരിഞ്ഞടാ എങ്ങാതി. എടാ, ഈ സൂഫിസം എന്ന് പറയുന്നത് എന്താ? അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത് അള്ളാഹുവിനുള്ള സ്നേഹം അമിതമാകുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഹാല് മാറുന്നേ. ഇവര് പറയുന്നത്, ഒരാൾ അള്ളാഹുവിലേക്ക് അടുത്ത് കഴിയുമ്പോൾ പിന്നെ അവന് നിസ്കാരമില്ല, അവന് നോമ്പില്ല, അവന് ഹജ്ജില്ല, അവനൊന്നുമില്ല, പോട്ടെ ഒന്നുമില്ല. എന്നാൽ ലോകത്ത് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹിനെ സ്നേഹിച്ചതുപോലെ എന്തായാലും ലോകത്താരും സ്നേഹിച്ചിട്ടില്ലല്ലോ. ഈ നബിതങ്ങൾക്കുണ്ടായിരുന്നല്ലോ നിസ്കാരം, ഈ നബിതങ്ങൾക്കുണ്ടായിരുന്നല്ലോ ഹജ്ജ്, ഈ നബിതങ്ങൾക്കുണ്ടായിരുന്നല്ലോ നോമ്പ്. ഈ പറയുന്ന എത്രയോ സ്വഹാബത്ത്, ഖുലഫാ റാഷിദീൻ ഉൾപ്പെടെ ലോകത്ത് എത്രയോ സ്വഹാബത്ത് കടന്നു വന്നു. ഇവർ അള്ളാഹിനെ മനസ്സിലാക്കിയില്ലേ? എന്തിനാ സഹോദരൻ, നമ്മൾ എത്രയോ പണ്ഡിതന്മാരും മഹത്തുക്കൾ സൂഫികളായ എത്രയോ അല്ലേ? നിങ്ങൾ മിത്തബയിൽ ജബ്ബാർ ഉസ്താദിനെ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഞങ്ങളെ കത്തിപ്പറ്റ ഉസ്താദിനെ പോലെയുള്ള എത്രയോ മഹത്തുക്കളായ പണ്ഡിതന്മാർ. പാട്ട് പാടാൻ എല്ലാവർക്കും പറ്റുമടോ? പാടുന്നവന്റെ മനസ്സെന്താന്ന് അള്ളാഹിനെ അറിയൂ. ചിലപ്പോൾ അവൻ സൂഫിയായിരിക്കും, സൂഫിസം തലയ്ക്ക് പിടിച്ച ആളായിരിക്കും. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. പക്ഷെ നീ ചുമ്മാതിങ്ങനെ പാടിക്കൊണ്ട് നടക്കുമ്പോൾ നീ പേടിക്കുക വേണം. അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കുക. ചുമ്മാതിങ്ങനെ പാടി നടക്കുമ്പോൾ ചില സമയത്ത് ചില വാക്കുകൾ, ഒറ്റ വാക്കു മതി, എപ്പോഴാണ് അള്ളാഹ് സ്വീകരിക്കണമെന്നറിയില്ല, എപ്പോഴാണ് പടച്ചവൻ കേൾക്കണമെന്നറിയില്ല. അതുകൊണ്ട് നബിതങ്ങൾ തന്നെ ദുആ ചെയ്യുമായിരുന്നു, പടച്ചവനെ തല തിരിഞ്ഞു പോകുന്ന അവസ്ഥയെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. നബിതങ്ങൾ തന്നെ ദുആ ചെയ്തിട്ടുണ്ട്, പടച്ചവനെ ഈ ബുദ്ധി നശിച്ചു പോകുന്നൊരവസ്ഥ, ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് നബിതങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോഴേ ഇവിടെ പറയണത് ഭ്രാന്തായ നല്ല രസമെന്നാ പറയണേ.
അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ആരെയും വിമർശിച്ചതോ കുറ്റം പറഞ്ഞതോ അല്ല, സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റം വരണം. എന്നിട്ട് അൽഹംദുലില്ലാ ദീനുമായിട്ടെടുക്ക്, പള്ളിയുമായിട്ടെടുക്ക്, നിസ്കാരവുമായിട്ടെടുക്ക്. അൽഹംദുലില്ലാ ഉമർതങ്ങളുടെ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഒരു ചങ്ങാതി നിസ്കാരമൊന്നും ഇല്ലാതിരിക്കുക, പറഞ്ഞിട്ടും ബിസ്മില്ലാ പൊക്കോളാൻ പറഞ്ഞ് എഴുന്നിട്ട് നിസ്കാരം അതൊക്കെ നീ വേറെ കാട്ടിയല്ലോ, ഫിത്ന ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും ഇവിടെ നടക്കൂല, നീ ഇതൊക്കെ അങ്ങ് പൊക്കോളാം ഓടിച്ചുന്നാ. അപ്പൊ അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി അള്ളാഹുവിലേക്ക് അടുക്ക്, ഇബാദത്തുകൾ ചെയ്യ്. നബിതങ്ങൾ പറഞ്ഞല്ലോ, ഒരടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദ് ചെയ്യുമ്പോഴാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എപ്പോഴാണ്? അള്ളാഹുടെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത് അഖ്സിറു ദുആ, നീ ആ സമയത്ത് ദുആയിനെ അധികരിപ്പിക്കാൻ. അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അതാ ഒരു പ്രശ്നമുണ്ടെങ്കിൽ സുജൂദി കിടന്ന് ചെയ്യണം. ദുആക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു കാരണം സുജൂദി കിടന്ന് ദുആ ചെയ്യണം. ഞാൻ ഉംറയ്ക്ക് മത്താഫിൽ പോയിട്ട് തവാഫ് കഴിഞ്ഞിട്ട് മഖാമ് ഇബ്രാഹിമിന്റെ മുമ്പിൽ നിസ്കരിക്കുമ്പോൾ വാപ്പ സുജൂദിൽ കിടന്നിട്ട് കരയുന്നുണ്ട്. ആ ഉപ്പ ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്, എന്റെ മോന്റെ കാണാൻ. അപ്പൊ ആ പള്ളിയിൽ കഅബാലയത്തിൽ കിടന്നിട്ട്, കാരണം എന്താ, സുജൂദിൽ കിടന്നിട്ടുള്ള ദുആ ഇജാബത്തുണ്ടെന്ന് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. നമുക്കും സൂഫികളാകാം. അൽഹംദുലില്ലാ സൂഫിയുടെ വഴിയിലൂടെ ആകണം, അല്ലാതെ മറ്റു രീതിയിലല്ല. എല്ലാവരും താടി വെട്ടുകയും മുടി വളരുകയൊക്കെ ചെയ്യണം, നല്ല രീതിയിൽ നടക്കണം. അള്ളാഹു നമുക്ക് നല്ല രീതിയിൽ നടക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാ.